ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും ദുനിയാവിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം റബ്ബിൻ്റെ അടുക്കൽ കൃത്യമായ മറുപടി പറയണമെന്നുള്ള ബോധ്യവും സദാ നമ്മളുണ്ടാകണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണ് അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. ആ ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു മാർഗമാണ് ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് അറിയാം എന്നുള്ള വിശ്വാസം. ജനങ്ങളുടെ ആശയെയും കീശയെയും ഒന്നുപോലെ കാലിയാക്കി വിശ്വാസികളെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു വിശ്വാസമാണ് ഈ ഗൈബിയായ അല്ലാഹു അല്ലാത്തവർക്ക് അദൃശ്യമറിയും എന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്നാണ് നരബലിയും ഹോമവും അതുപോലെയുള്ള ശകുനപ്പിഴയും ഒക്കെ ഉണ്ടാകുന്നത്. ഈ അന്ധവിശ്വാസത്തിൽ നിന്നാണ്. ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വാസികൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം. അത് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്ന കാര്യം. അപ്പം മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവഗണത്തെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയുടെ 3-ാമത്തെ ആയത്തിൽ കൃത്യമായി റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. വിശ്വാസികൾ അദൃശ്യത്തിൽ വിശ്വസിക്കുമെന്നാണ്. ഗൈബിയായ കാര്യത്തിൽ വിശ്വസിക്കും. നമസ്കാരം നിലനിർത്തുകയും അള്ളാഹു അവർക്ക് നൽകിയ റിസ്ക്കിൽ നിന്നും അവർ ദാനം ചെയ്യുകയും ചെയ്യും. ഈ ഗൈബിയായ വിശ്വാസം, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക ഒരു മുഅ്മിനിൻ്റെ അടയാളമാണ്. അള്ളാഹു പഠിപ്പിച്ച ഈ ഗൈബിയായ വിശ്വാസത്തിൽ അവിശ്വസിക്കൽ കുഫ്റിലേക്ക് പോകും. അവൻ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. അള്ളാഹുവിൻ്റെ സത്ത, മലക്കുകൾ, ഹിസാബ്, സ്വർഗം, നരകം, മലക്കുകൾ, അദൃശ്യമായ ജിന്നുകൾ, ഇതെല്ലാം ഗൈബിയായ കാര്യങ്ങളായി അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്നതാണ്. ഇത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുവാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കുവാനോ നമുക്ക് സാധ്യമല്ല. എങ്കിൽ കൂടി നാം അപ്പടി വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹ് പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രം അറിയുന്ന ഒരു സിഫത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിൽ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ. അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ് ഗൈബിയായ കാര്യങ്ങൾ. അതാർക്കും അവൻ വെളിപ്പെടുത്തിയിട്ടില്ല. അഹദ, ഒരാൾക്കും. ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, അള്ളാഹു തൃപ്തിപ്പെട്ട റസൂലിനൊഴികെ, അള്ളാഹു തൃപ്തിപ്പെട്ട ദൂതനൊഴികെ മറ്റൊരാൾക്കും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഈ സിഫത്ത് അഥവാ ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് ഈ ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നത്? അവർ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പ്രവാചകന്മാർ ജീവിച്ചവരാണ്. അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ ചിലപ്പോഴൊക്കെ ചില പ്രവാചകന്മാരിൽ കൂടി ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കാറുണ്ട്. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ. വഹയില്ലാത്ത ഒരു സാധ്യതയുണ്ട് എങ്കിൽ പ്രവാചകന്മാരും മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്. അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് പ്രവാചകന്മാർ പോലും അറിയുക. ഇല്ലെങ്കിലോ മറ്റുള്ള മനുഷ്യർക്ക് എന്താണോ അതുപോലെ തന്നെയാണ് പ്രവാചകന്മാരായാലും എന്ന് വിശുദ്ധ ഖുർആനിലെ
കൃത്യമായ ആയത്തുകളിൽ കൂടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വചനാമൃതങ്ങളിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയുമല്ലോ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങളായിരുന്നു നാം ഈ ദുൽഹജ്ജ മാസയിൽ അയവിറക്കിയത്. അള്ളാഹുവിൻ്റെ ഇഷ്ടതോഴനാണ്, കൂട്ടുകാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വീട്ടിൽ ചില അതിഥികൾ വന്നത് നാം വിശുദ്ധ ഖുർആനിൽ കൂടി എത്രയോ തവണ നാം മനസ്സിലാക്കിയതാണ്. വന്നവരാരാണ്? മലക്കുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നവർ മലക്കുകളാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഗൈബിയായ കാര്യം അള്ളാഹു അപ്പോൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണ മറ്റുള്ളവർക്കുള്ളതുപോലെയുള്ള മനോഗതമായിരുന്നു ഇബ്രാഹിം നബിക്കും ഉണ്ടായത്. ഒരു അതിഥി വീട്ടിൽ വരുമ്പോഴേക്കും ആതിഥ്യ മര്യാദകൾ പാലിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് മനസ്സിലാക്കിയവരാണ് പ്രവാചകന്മാരും വിശ്വാസികളും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ല ഒരു ചുട്ട ഒരു കാളയെ കൊണ്ടുവന്ന് ആ അതിഥികളിൽ മുന്നിൽ കൊണ്ട് വച്ചുവെന്നാണ്. അത് തിന്നാനായിട്ട് അവരുടെ കൈകൾ നീളുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഥ വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിലെ 69-70 ആയത്തുകളിൽ കാണാം. നകിറഹും വഔജസ മിൻഹും ഖീഫത്തൻ, എന്തോ പന്തുകേട് തോന്നിയെന്നാണ്, ഭയം തോന്നിയെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് വന്നത് ശത്രുക്കളാണോ, ഇത് അതിഥികളല്ലയോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭയം മനസ്സിലാക്കിയ വന്ന അതിഥികൾ പറയുകയാണ്, ലാ തഖഫ്, ഭയപ്പെടേണ്ട ഇബ്രാഹിം, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളാണ് ഞങ്ങൾ. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബോധ്യമാകുന്നത്. സൂറത്തുൽ ഹിജ്റിലെ 52-ാമത്തെ ആയത്തിലും അങ്ങനെ ഒട്ടനവധി ആയത്തുകളിൽ ഈ വിശദീകരണം പറയുകയാണ്. വന്ന അതിഥികൾ സലാം പറഞ്ഞു എന്നാണ്, സലാം മടക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സമാനമായ സംഭവങ്ങൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ജീവിതത്തിൽ ഉണ്ടായി. ലൂത്തിന്റെ കുടുംബത്തിൽ ഇതുപോലെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ അവരെ തിരിച്ചറിയുവാനായിട്ട് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ, നിങ്ങൾ അപരിചിതരാണല്ലോ, ഖാല ഇന്നകും ഖൗമുൻ മുൻകറൂൻ, നിങ്ങൾ അപരിചിതരാണല്ലോ, ഭയം തോന്നുകയാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുന്ദരന്മാരായിരുന്നു വന്ന അതിഥികൾ. അതുകൊണ്ട് തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിന്റെ പ്രകൃതി വിരുദ്ധ ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടി ആ സമൂഹം തുനിഞ്ഞുവെന്നാണ്. അപ്പോഴാണ് സങ്കടത്തോടുകൂടി ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് പറയുകയാണ്, ഇന്ന ഹൗലാഇ ളൈഫി ഫലാ തഫ്ലഹൂൻ, എൻ്റെ അതിഥികളാണിവർ, എന്നെ നിങ്ങൾ വഷളാക്കരുത്, ഈ ലൈംഗിക വേഴ്ചയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് ഇവരെ. വത്തഖുല്ലാഹ വലാ തുഹ്സൂൻ, അല്ലാഹനെ സൂക്ഷിക്ക്, എന്നെ നിങ്ങൾ അപമാനപ്പെടുത്തരുത്, എന്നെ പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന അതിഥികളാണിവർ. ഹൗലാഇ ബനാത്തി ഇൻ കുന്തും ഫാഇലീൻ, അതല്ല, നിങ്ങൾക്ക് ലൈംഗിക വേഴ്ചയാണോ താല്പര്യമെങ്കിൽ എൻ്റെ പെൺമക്കളെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു തരാം. നിസ്സഹായതയോടെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. വന്ന അതിഥികൾ ശേഷം പറയുകയാണ്, ഞങ്ങൾ മലക്കുകളാണ്. പ്രവാചകന്മാർക്ക് പോലും മുന്നിലുള്ള അതിഥികൾ മലക്കുകളാണെന്ന് പോലും കൃത്യമായി മനസ്സകം അറിയാത്ത ഒരു നിസ്സഹായത ഈ ചരിത്രത്തിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയുമല്ലോ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. 40 വർഷം വരെയും മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതെ കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വെളുത്തുപോയി എന്നാണ് വിശുദ്ധ ഖുർആൻ. വബിയല്ലതു ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ ഖളീം, ദുഃഖം ഉള്ളിലൊതുക്കി മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇരു കണ്ണുകളും വെളുത്തുപോയി എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഭാവമാണ്. കരഞ്ഞുവെന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. കലീമുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രം നാളെ പരലോകത്ത് റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നതായി സൂറത്തുൽ മാഇദ 116-117 ആയത്തുകളിൽ. അല്ലയോ ഈസാ, നീയും നിന്റെ ഉമ്മയും
ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഇലാഹുകളായി സ്വീകരിക്കുവാൻ പ്രഖ്യാപിച്ചത് നിങ്ങളാണോ? നിസ്സഹായതയോടുകൂടി പറയുന്ന മറുപടി നമുക്ക് ഈ ആയത്തുകളിൽ കൂടി പ്രകടമാണ്. ഇല്ല റബ്ബേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. എന്നെ നീ ആകാശത്തിലേക്ക് ഉയർത്തിയതിന് ശേഷം എൻ്റെ ഖൗമ് എന്ത് ചെയ്തുവെന്ന് എനിക്കറിയില്ല റബ്ബേ. നിസ്സഹായതയോടുകൂടി പറയുന്ന കലീമുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ എത്രയോ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചരിത്രം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ഉൾക്കൊള്ളുവാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ചില നിസ്സഹായതകൾ, ചില അവസ്ഥകൾ നമുക്കറിയുമല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിനെ കൊല്ലുവാനായിട്ട് ജൂതപ്പെണ്ണ് പ്രവാചകന് ഇഷ്ടപ്പെട്ട ആടിൻ്റെ മാംസത്തിൽ വിഷം കലർത്തി കൊടുത്തു. പ്രവാചകൻ കഴിച്ചുവെന്നാണ്. അവസാന സമയത്ത് ആയിഷയോ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ആയിഷ വേദനിക്കുന്നു, ആയിഷ ജൂതപ്പെണ്ണ് അന്ന് തന്ന ആ വിഷം കാരണമായി. അറിഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകർ ആ മാംസത്തിൽ കലർത്തിയ വിഷമുള്ള ആ ആട്ടിറച്ചി കഴിക്കുമോ? ഒരു ഉടുമ്പിന്റെ മാംസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പ്രവാചകരുടെ മുന്നിൽ ഉടുമ്പിന്റെ മാംസം കൊണ്ടുവയ്ക്കുകയാണ്. പ്രവാചകന് ഇഷ്ടമല്ല, അനുവദനീയമായ ഒരു മാംസമാണ്, പ്രവാചകന് ഇഷ്ടമില്ല. ഉടുമ്പിന്റെ മാംസമെന്നറിയാതെ പ്രവാചകർ ആ ഉടുമ്പിന്റെ മാംസത്തിലേക്ക് കൈ നീളുമ്പോഴേക്കും മൈമൂന റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നഹു ലഹ്മുൻ വബ്ബിൻ, ഇത് ഉടുമ്പിന്റെ മാംസമാണ്. പ്രവാചകൻ കൈ മാറ്റി എന്നാണ്. അറിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ പ്രയാസകരമായ സംഭവങ്ങളിൽ ഒന്നാണല്ലോ ഉഹുദിലെ ആദ്യത്തെ പരാജയം. എന്തേ പരാജയപ്പെടുവാനുണ്ടായ കാരണം? മലയുടെ അപ്പുറത്ത് ഖാലിദ് ഇബ്നുൽ വലീദും സംഘവും ഉണ്ട് എന്ന് മലയുടെ ഇപ്പുറത്തിരിക്കുന്ന അഷ്റഫുൽ ഖൽഖിനും സ്വഹാബാക്കൾക്കും അറിയാതെ പോയി. അതുകൊണ്ട് ആദ്യ സമയത്ത് ഉഹുദിൽ പരാജയപ്പെട്ടുവെന്നാണ്. 70 സ്വഹാബാക്കളെ ശത്രുക്കൾ കൊണ്ടുപോയി വധിച്ചു കളഞ്ഞത് ചരിത്രമല്ലേ സഹോദരങ്ങളെ? ശത്രുക്കൾ വന്നുകൊണ്ടാണ് പ്രവാചകരോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കുവാൻ കുറച്ചുപേരെ വിട്ടുതരണം. അള്ളാന്റെ റസൂലിന്റെ ആഗ്രഹമായിരുന്നു ഖുർആൻ പഠിപ്പിക്കുക. ഹിഫാദുകളെ, ഹാഫിളീങ്ങളെ അള്ളാന്റെ റസൂൽ വിട്ടയച്ചുവെന്നാണ്. മലഞ്ചെരുവിൽ കൊണ്ടുപോയി അവരെല്ലാവരെയും വധിച്ചു കളഞ്ഞുവെന്ന് ചരിത്രം പറയുകയാണ്. വന്നവർ ശത്രുക്കളാണെങ്കിൽ മനസ്സകം അറിയുന്ന കഴിവ് അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഹാഫിളീങ്ങളെ വിട്ടുകൊടുക്കുമോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഉഹുദിന്റെ രണാങ്കണത്തിൽ മുന്നിലുള്ള കള്ളക്കുഴി എന്നറിയാതെ പ്രവാചകൻ ആ കുഴിയിലേക്ക് വീണില്ലേ? വാരിയല്ല് പൊട്ടിയില്ലേ? പല്ല് നഷ്ടപ്പെട്ടില്ലേ? രക്തം വാർന്നൊഴുകിയത് ചരിത്രമാണ്. അല്ലാഹുവിന്റെ റസൂല് മുന്നിലുള്ളത് ഈ കള്ളക്കുഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നോ വീണത്? ഇല്ല, അദൃശ്യമറിയില്ല. ആ സമയത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടപ്പോൾ സ്വഹാബാക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരയുകയാണ്. ഒട്ടകത്തിന്റെ താഴെയാണ് ആ മാല കിടക്കുന്നത് എന്നുള്ള കാര്യം പോലും മഹാന്മാരായ ഔലിയാക്കന്മാരായ സ്വഹാബികൾക്ക് അറിയുന്നില്ല. ആ ഔലിയാക്കന്മാരുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മനസ്സിലാക്കുവാനുള്ള ഗൈബിയായ അറിവ് അല്ലാഹ് അപ്പോൾ അവർക്ക് നൽകിയില്ല. നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അപരാധവുമായിട്ടുള്ള ആ സംഭവം. മിസ്തഹ് സാബിഉം ഹസ്സാൻ ബിൻ സാബിത്തും ഹംന ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹും 3 പ്രസിദ്ധരായ സ്വഹാബാക്കളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപവാദത്തിൽ പങ്കാളികളായി ഈ സ്വഹാബികൾ. അറിയില്ല ആയിഷ റളിയല്ലാഹു അൻഹ തെറ്റ് ചെയ്തുവെന്നാണ് ഇവരുടെ വിശ്വാസം. അല്ലാഹുവിന്റെ റസൂൽ എത്രയോ ദിവസം സലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും, പിന്നെ സംസാരിക്കുകയില്ല ഒന്നും. സുഖമാണോ? അത് മാത്രം. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇതുപോലെ ജീവിതത്തിൽ പ്രയാസം നേരിട്ട ഒരു സംഭവം മറ്റൊന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം, റസൂലെ ഒന്ന് ഒഴിവാക്കിക്കൂടെ ആയിഷയെ? എത്ര നല്ല പെണ്ണുങ്ങളുണ്ട്. കാരണം അലി റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ തെറ്റ് ചെയ്തുവെന്നാണ്.
അവസാനം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, റസൂലേ ഈ തെറ്റ് ചെയ്തവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. അങ്ങയുടെ ഭാര്യയായ ആയിഷയെക്കുറിച്ച് അപവാദം പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ്, അത് നിങ്ങൾക്ക് ഖൈറാണ്. എന്തുകൊണ്ട് അറിയുവാൻ സാധിച്ചില്ല? വഹ്യ് വരെ അല്ലാഹുവിന്റെ റസൂൽ കാത്തു നിൽക്കേണ്ടി വന്നു. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഒരു മനുഷ്യനെ കൊന്നുവെന്നുള്ളത് ചരിത്രമാണ്. ശത്രുവായിരുന്നു ആ മനുഷ്യൻ. കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുമെന്നാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ഗളച്ഛേദം ചെയ്തു, കൊന്നുകളഞ്ഞു. സംഭവം പ്രവാചകരുടെ അടുക്കൽ എത്തി. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഉസാമ റളിയല്ലാഹു അൻഹു റസൂലെ രക്ഷപ്പെടാൻ കലിമത്ത് പറഞ്ഞതാണ്, എന്നിൽ നിന്നും രക്ഷപ്പെടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴങ്ങിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴങ്ങിയതിന് ശേഷം നീ അവനെ വധിച്ചുവോ? അഫലാ ശഖഖത അൻ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്ന് നോക്കാനുള്ള കഴിവ് ഉണ്ടോ ഉസാമ? അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴിഞ്ഞുവെന്ന് നീ പറയുന്നുവല്ലോ, ഹൃദയം തുറന്ന് നോക്കിയോ? അദ്ദേഹത്തിന് ഇഖ്ലാസാണോ അതല്ല കാപട്യമാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? നാളെ പരലോകത്ത് നിനക്കെതിരെ എങ്ങാനും വന്നാൽ നിന്റെ അവസ്ഥ എന്താകും ഉസാമ എന്ന് ചോദിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുദ്ധത്തിന്റെ സദസ്സിൽ കുട്ടികൾ ദഫ് മുട്ടിയ സമയത്ത് പ്രവാചകരുടെ വരവ് സ്വഹീഹുൽ ബുഖാരി മുസ്ലിമിൽ കൃത്യമായി കാണാം. ദഫുകൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുൻകഴിഞ്ഞു പോയ അവരുടെ വല്യപ്പന്മാരെ കുറിച്ച്, ബദറിൽ ഷഹീദായ ധീരന്മാരായ മഹാന്മാരെ കുറിച്ച് അവരുടെ മദ്ഹുകൾ പറയുകയാണ്. അവർ വീരന്മാരായിരുന്നു, ശൂരന്മാരായിരുന്നു, ദീനിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തവരായിരുന്നു എന്നൊക്കെയുള്ള വർണ്ണനകൾ നിറഞ്ഞ പാട്ടുകൾ പാടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് കണ്ടപ്പോഴേക്കും അത് നിർത്തിക്കൊണ്ട് പറയുകയാണ്, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങൾക്കിടയിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ പ്രത്യേകത, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പ്രവാചകൻ. കേൾക്കേണ്ട താമസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദഈ ഹാദിഹി, ഒഴിവാക്കരുത്, പറയുന്നു പോകരുത്, അങ്ങനെ പറയണ്ട, അല്ലാഹുവിന്റെ സിഫത്താണിത്. ദഈ ഹാദിഹി, എന്നെ കുറിച്ച് ഇത് പറയുന്നുവല്ലോ, അത് നിങ്ങൾ ഒഴിവാക്ക്. ഗൈബ് അറിയുന്നവൻ ഞാനല്ല. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് കൊണ്ടുവരുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്തുകൊണ്ട് പ്രവാചകൻ അവിടെ പറഞ്ഞു ലാ യഅലമു ഫീ ഗദിൻ, നാളെ നടക്കുന്ന കാര്യങ്ങൾ റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ള അല്ലാഹുവിന്റെ സിഫത്താണ് ഒന്നാമത്തെ കാരണം. അതിന് ചുവടെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് കൊടുക്കുന്ന ഒരു ഹദീസുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വമൻ ഹദ്ദസക അന്നഹു യഅലമുൽ ഗൈബ്, നാളെ നടക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയുമെന്ന് വാദിച്ചാൽ ഫഖദ് കദബ, അവൻ കള്ളനാണ്. വഹുവ യഖൂൽ, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തെളിവ് പിടിച്ചത് ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അദൃശ്യമറിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ് സഹോദരങ്ങളെ. ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും രാത്രി സമയമായി ഒരുപാട് വൈകി, ക്ഷീണമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് ഇവിടെ കുറച്ച് വിശ്രമിക്കാം, സുബ്ഹ് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഅദ്ദിനാണല്ലോ യാ റസൂലല്ലാഹ്, എല്ലാവരും ഉറങ്ങിക്കൊള്ളുക, ഞാൻ ഉറങ്ങാതെ നിങ്ങളെ ഇവിടെ ഇരിക്കാം. ജമാഅത്ത് നമസ്കാരമാകുമ്പോൾ ഫജറാകുമ്പോഴേക്കും നിങ്ങളെ ഉണർത്താം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉറങ്ങി. കൂടെ സ്വഹാബാക്കളും ബിലാലും ഉറങ്ങിപ്പോയി. സൂര്യകിരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തടിക്കുകയാണ്. ഞെട്ടിയുണരുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഐ ബിലാൽ, ഏയ് ബിലാൽ, എവിടെ പോയി നിന്റെ വാക്ക്? ഉടൻ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, അഖദ ബിനഫ്സിൽ ലദി അഖദ, അങ്ങയെ പിടികൂടിയ ശക്തമായ ഉറക്കം എന്നെയും പിടികൂടി റസൂലേ, എണീക്കൂ, എണീക്ക്, നമസ്കരിക്കാം. എന്തേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ ഉറങ്ങുമോ?
ഇല്ലല്ലോ. സൂര്യകിരണം ശരീരത്തിൽ അടിക്കുമ്പോഴാണ് പ്രവാചകൻ ഉണരുന്നത് എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ, അഥവാ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം ഇറങ്ങുവാനുണ്ടായ ഒരു കാരണം, 66-ാം അധ്യായം സൂറത്തു തഹ്രീം. അസ്ർ നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യയുടെ വീട്ടിൽ പോകും. സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി തേന് കഴിക്കും. തേന് കഴിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരും. സ്വാഭാവികമായിട്ടും സ്ത്രീ സഹജമായിട്ടുള്ള ഒരു ഹസദ് അവർക്കുണ്ടായി. ഓ, സൈനബ് മാത്രമേ ഉള്ളൂ, ഞങ്ങളൊക്കെ ഇല്ലേ ഭാര്യമാര്? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലേ, അങ്ങ് മഗാഫിർ കഴിച്ചിട്ടുണ്ടോ? ഒരു വൃക്ഷത്തിൽ നിന്ന് വരുന്ന ഒരു കറ, ഒരു തരം നാറ്റമുണ്ടാകുന്ന ഒരു പാനീയമാണ് മഗാഫിർ. അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, ഞാൻ സൈനബിയുടെ അടുക്കൽ നിന്ന് തേനാ കുടിച്ചത്. ഓ, എന്തൊരു നാറ്റമാണ് റസൂലെ. ഉടൻ തന്നെ പ്രവാചകൻ ശപഥം ചെയ്യുകയാണ്, ഇനി ഞാനത് കഴിക്കുകയില്ല, ഇനി ഞാൻ തേന് കഴിക്കുകയില്ല. അല്ല ഇടപെട്ട് വന്നാണ്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക. നബിയേ, നിങ്ങളുടെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി ഹലാലാക്കിയ അള്ളാഹ് അനുവദിച്ച ഒരു കാര്യം താങ്കൾ ഹറാമാക്കുകയാണോ? എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങളാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ഒരു നിലപാടായി വിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നബിയെ പറയുക, ഹൂദ് നബി പറയുന്ന പ്രഖ്യാപനമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്, നബിമാരെ പറയുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസായിനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ്, ഞങ്ങൾക്ക് അദൃശ്യം അറിയുകയില്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്കും, മലക്കുകളെന്നും ഞങ്ങൾ പറയുന്നില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, അല്ലാഹ് ഞങ്ങളെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ആ ദിവ്യബോധനം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഖുൽ ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറ, ഉപകാരം ചെയ്യാൻ ഉപദ്രവം ചെയ്യാനുള്ള കഴിവുകൾ ഞങ്ങൾക്കില്ല, ഞങ്ങൾ അധീനപ്പെടുത്തുന്നില്ല. ഇല്ല മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചതൊഴികെ. വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, ഗൈബിയായ കാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യുമായിരുന്നു. വമാ മസ്സനി യസൂ, ഞങ്ങളെ പ്രയാസം പിടികൂടുകയില്ല. ആ ഗൈബിയായ കാര്യം അറിയാത്തത് കൊണ്ടാണ് പ്രവാചകന്മാർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത്. അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് ഖൈറുകൾ ചെയ്യുകയും തിന്മകൾ ഞങ്ങളെ ബാധിക്കുകയില്ല. ഇൻ അലൈനാ നദീറും വബശീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതയ്ക്ക് പ്രവാചക അങ്ങ് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം, അങ്ങ് താക്കീതുകാരനാണ് എന്ന് സൂറത്തുൽ അഅറാഫ് 188-ാമത്തെ ആയത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചതായി വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ പുരോഹിതന്മാർ മുസ്ലിം സമുദായത്തെ പോലും കൊണ്ടുപോയി ചെന്നെത്തിക്കുന്നത് ഈ അന്ധവിശ്വാസത്തിലേക്കാണ്. നമ്മുടെ പരിസരങ്ങളിൽ തന്നെ എത്ര വീടുകളിലെ ശുചിത്വ റൂമുകളാണ് പൊളിച്ചു മാറ്റിയത്, അറിയില്ലേ സഹോദരങ്ങളെ? ഇവിടെ കന്നുമൂലയാണ്, ഇവിടെ ശുചിത്വമുറി എടുക്കുവാൻ പാടില്ല, പൊളിച്ചു കളഞ്ഞില്ലേ? ഈ അടുക്കള ഇങ്ങനെ വരാൻ പാടില്ല, പൊളിച്ചു കളഞ്ഞു മുസ്ലിയാക്കന്മാർ. ഈ വീടിന്റെ പ്രകൃതം അല്ലെങ്കിൽ ഇതിന്റെ ദിശ ഇങ്ങനെയാ പോകുന്നത്, ഇങ്ങനെയല്ല പോകേണ്ടത്, പൊളിച്ചു കളഞ്ഞു വീടുകൾ. അദൃശ്യമറിയുന്ന എത്രയോ പുരോഹിതന്മാർ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം നവതി ആഘോഷിച്ച, അല്ലെങ്കിൽ നവതി 90 വയസ്സ് ജീവിതത്തിൽ കടന്ന ഒരു അഭ്രപാളികൾ നിറഞ്ഞു നിന്ന ഒരു സിനിമാ നടൻ, അദ്ദേഹം രസകരമായി പറഞ്ഞ ഒരു സംഭവം, എന്നെ മനസ്സിലാക്കിയ എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു മനുഷ്യൻ, ഞാൻ 70 വയസ്സ് വരെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉള്ള സമ്പത്തൊക്കെ ഞാൻ തിന്നു മുടിച്ചു, ഞാനിപ്പോൾ 90 വയസ്സ് വരെ ജീവിക്കുകയാണ് എന്ന് ആ സിനിമാ നടൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടതാണ്.
എല്ലാ മതങ്ങളിലുമുണ്ട് ഈ ചൂഷകന്മാർ. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ തോറ്റ UDFന്റെ ആ സ്ഥാനാർത്ഥിയായ കെ മുരളീധരന് ഡ്രൈവിംഗ് അറിയില്ല. എന്തേ കാരണമെന്നറിയുമോ? ജ്യോതിഷത്തിൽ ആരോ പറഞ്ഞു, നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മരണമാണ്. പാവം പേടിച്ച് ഡ്രൈവിംഗ് പഠിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കാണുവാൻ സാധിക്കും. പുരോഹിതന്മാരുടെ ചൂഷണങ്ങളാണ്. എല്ലാ സമുദായങ്ങളിലുമുണ്ട് ഈ ചൂഷകന്മാർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിച്ച പാഠത്തിൽ നിന്നും തെറ്റിപ്പോയ ഒരു വിഭാഗമായിട്ട് ഈ പുരോഹിതന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാവി പറയുന്നവരുടെ അടുക്കൽ പോവുകയും അത് വിശ്വസിക്കുകയും ചെയ്താൽ അല്ലാഹുവിൻ്റെ റസൂലിൽ ഇറക്കിയ ഗ്രന്ഥത്തിൽ അവൻ അവിശ്വസിച്ചു, അവൻ കാഫിറായിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നോക്കൂ സഹോദരങ്ങളെ, ഇതിൻ്റെ ഗൗരവം പറയുവാനായിട്ടാണ് ഇന്നത്തെ ഖുതുബ ഈ ഒരു വിഷയമായി എടുത്തത്. നമ്മുടെ സമുദായത്തെ കുന്തും ഖൈറ ഉമ്മ, ഉത്തമ സമുദായമാണ്. എല്ലാ മേഖലകളിലും അവൻ്റെ വിശ്വാസത്തിലും അവൻ്റെ ആദർശത്തിലും എല്ലാ മേഖലകളിലും അവരെ അതിജീവിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അവരായിരുന്നാൽ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണോ, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുധാവനം ചെയ്യുന്ന മുത്തഖീങ്ങളാണോ, വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ ഇല്ലാതിരുന്നാൽ, ആദർശത്തിൻ്റെ അജയ്യതയോടുകൂടി നിങ്ങൾ ജീവിച്ചാൽ, ആദർശ ഗരിമയോടുകൂടി നിങ്ങളുടെ ജീവിതം അടയാളപ്പെടുത്തിയാൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ തന്നെയാണ് ഉന്നതർ, വിജയികൾ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാൻ 139. വ്യതിചലിച്ചുപോയി മുസ്ലിം സമുദായം. ആരാണ് കാരണക്കാർ? പണ്ഡിതന്മാരാണ്, ശുഭ്രവസ്ത്രധാരികളായ ഈ തലക്കെട്ടുകാരാണ്. ക്ഷമിക്കണം, ഈ പറയുന്നതിലേക്ക് ഇങ്ങനെയൊക്കെ പറയണം സഹോദരങ്ങളെ. അല്ലെങ്കിൽ ഇത് ആരാ പറയുക? എല്ലാവരും മൗനം പാലിക്കുകയാണ്. എല്ലാവരും മൗനം, വീട്ടിലും മൗനം, നാട്ടിലും മൗനം, മഹല്ലിലും മൗനം, എല്ലായിടത്തും മൗനം, അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ്. അതൊന്ന് പറഞ്ഞു പോയാൽ ഒറ്റപ്പെടുത്തി കളയും. അതൊന്ന് പറഞ്ഞു പോയാൽ നമുക്കിവിടെ ജീവിക്കാൻ വിടൂ. ഇത് കാരണം ശൈത്താൻ ഇട്ട് തരുന്ന ആ ഒരു വസ്വാസാണ്. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരാ പറയുക സഹോദരങ്ങളെ? ഒരു പ്രവാചകന്റെ ആഗമനം ഇനി ഉണ്ടാകുമോ? ഒരു നവോത്ഥാന നായകൻ ആരാണെന്ന് നമുക്കറിയുവാൻ സാധിക്കും. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് കേരളത്തിൽ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത ഒരു പുസ്തകമാണ്. അറിയുവാൻ സാധിക്കും എല്ലാവർക്കും. അതിൻ്റെ പുറംചട്ട മൂടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉള്ളത് കൊണ്ടാണ്. ഷിർക്കിന്റെയും ഖുറാഫാത്തുകളുടെയും ഹോൾസെയിൽ ഏജന്റ് ആയിട്ടുള്ള ആ പുരോഹിതന്റെ വിശ്വാസപൂർവം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് അത് വേറൊരു വിഷയമാണ്. ആ പുസ്തകത്തിൻ്റെ 359 പേജിൽ പറയുന്നത് ഈ ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് അറിയുവാൻ സാധിക്കും. മരിച്ചവർ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നേരിട്ട് തന്നെ വായിക്കാൻ ഈ ഖുതുബ ഉപയോഗപ്പെടുത്തുകയാണ്. ഇദ്ദേഹം അമേരിക്കയിൽ പോകുവാൻ തീരുമാനിച്ചു. യാത്ര ചോദിക്കുവാനായിട്ട് CM മടവൂരിനോട് വന്നുവത്രേ. എൻ്റെ പ്രിയപ്പെട്ട ശൈഖുനയെ ഭൗതിക ലോകത്തു നിന്നും യാത്രയാക്കിയ ശേഷമാണ് ഭൂമിയുടെ മറ്റൊരു ഭാഗത്തേക്ക് യാത്ര തിരിച്ചത്. 19-ാം തീയതി രാവിലത്തെ യാത്ര എന്നെ കൊണ്ട് മാറ്റിവെപ്പിച്ചത് മറ്റെന്തിനായിരിക്കും? എൻ്റെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലുമുള്ള ധാരാളം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാറുള്ള ശൈഖുന ഇതും മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും. എനിക്ക് എന്തെങ്കിലും സ്വകാര്യമായി പറയാനുണ്ടെങ്കിൽ ഇന്നും ഞാൻ മടവൂരിലേക്കാണ് പോവുക. 2022 ഡിസംബറിൽ ആശുപത്രിയിൽ കഴിയവേ എനിക്ക് മടവൂരിൽ പോകണമെന്ന് തോന്നി. അന്നത്തെ ആരോഗ്യസ്ഥിതിയിൽ ഒരു യാത്ര പക്ഷേ സാധ്യമായിരുന്നില്ല. പകരം ഞാൻ AP മുഹമ്മദ് മുസ്ലിയാരെ പറഞ്ഞയച്ചു. പറയാനുള്ളതെല്ലാം മുഹമ്മദ് മുസ്ലിയാരെ ഏൽപ്പിച്ചു. അതിന്റെ അനുഭൂതി എനിക്ക് കിട്ടുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വന്നയുടനെ തന്നെ മടവൂരിൽ പോയി. ജീവിതകാലത്തെന്ന പോലെ വേർപാടിന് ശേഷവും ശൈഖുന ആശ്വാസങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. ഈ ഒരു പുസ്തകം
ഈ ഒരു പുസ്തകം മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഏതൊരു ആശയമാണോ പറയുന്നത്, ഇതേ ആശയമാണ് ഈ പുരോഹിതൻ ഈ പുസ്തകത്തിൽ കൂടി ലോകത്തെ അറിയിക്കുന്നത്. എന്താണ് VS കൃഷ്ണയ്യർ പറയുന്നത്? മരിച്ചതിന് ശേഷം പലരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ് കൃത്യമായി. ഈ പുസ്തകത്തിന്റെ 55-ാമത്തെ പേജിൽ പറയുന്നത് നോക്കൂ, ഞെട്ടിപ്പോവുകയാണ്. ബൗദ്ധികമായി ഒരുപാട് ഉന്നതങ്ങളിൽ നിന്ന ഒരു ജസ്റ്റിസ് ആയിരുന്നു ഈ VR കൃഷ്ണയ്യർ. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. എന്തിനധികം പറയുന്നു, എബ്രഹാം ലിങ്കൻ മരണാനന്തര ജീവിതത്തിലും മരിച്ചവരുമായി സമ്പർക്കം പുലർത്താൻ കഴിയുമെന്ന വസ്തുതയിലും വിശ്വസിച്ചിരുന്നു. വൈറ്റ് ഹൗസിൽ തന്നെ പലതവണയും സിറ്റിംഗ്സ് നടത്തിയിരുന്നു. ഇതല്ലേ ഈ മുസ്ലിയാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്രയോ വർഷം മുമ്പ് മരിച്ചുപോയ എബ്രഹാം ലിങ്കൻ വൈറ്റ് ഹൗസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നുവെന്നാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നതാരാ? ഒരു അവിശ്വാസിയാണ്. നമുക്ക് അങ്ങനെ തന്നെ അവജ്ഞയോടെ തള്ളിക്കളയാം. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ഞാൻ മരിച്ചു കിടക്കുന്ന CM-നോട് ആശയവിനിമയം നടത്തും. 2022 ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എനിക്ക് മടവൂരിനോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷെ എനിക്ക് പോകാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് AP മുഹമ്മദ് മുസ്ലിയാരെ ഞാൻ ഏർപ്പെടുത്തി. അദ്ദേഹം പോയി മരിച്ചു കിടക്കുന്ന CM-നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നഊദു ബില്ലാ, അല്ലാഹുവിൽ അഭയം തേടുക. ഇവരാണ് ശുഭ്രവസ്ത്രധാരികൾ. ഇവരാണ് ഒരുപാട് കോളേജുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവർക്ക് വേണ്ടിയാണ് ജനങ്ങൾ തക്ബീറുകൾ വിളിക്കുന്നത്. എന്താണ് വിശ്വാസം? മരിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. എത്രയെത്ര ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നു സ്വഹാബാക്കൾക്കിടയിൽ. എത്രയെത്ര യുദ്ധങ്ങൾ നടന്നു. ഏതെങ്കിലും ഒരു സ്വഹാബാക്കൾ ഇതാ ഈ പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ നേതാവിന്റെ അടുക്കൽ പോയി ഖബറിൽ കിടക്കുന്ന മുത്തു നബിയോട് പോയിക്കൊണ്ട് നമുക്ക് സങ്കടങ്ങൾ പറയാം, ആശയവിനിമയം നടത്താം എന്നുള്ള ഒരു ആദർശം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാർ പഠിപ്പിച്ചില്ല സഹോദരങ്ങളെ. അത് ഇസ്ലാമികമല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദൂതൻ. ആ പ്രവാചകൻ മുതൽ മറ്റുള്ള എല്ലാവരും വഫാത്തായി കഴിഞ്ഞാൽ ബർസഖിയായ ഒരു ലോകത്താണ്. ദുനിയാവുമായിട്ടുള്ള ഒരു ബന്ധവും അവർക്കില്ല. ദുനിയാവിലുള്ളവർക്ക് ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുവാൻ സാധ്യമല്ല. നാം കഴിഞ്ഞ ഖുത്ബയിൽ അതിന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതാണ്. ഇത്ര വികല വിശ്വാസവുമായി കൊണ്ടു നടക്കുന്ന പുരോഹിതന്മാരുടെ ഈ തിന്മയെ, അതാണ് ഈ ഖുത്ബയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു തിന്മയാണ്. അല്ലാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയും. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവരുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ പോലും പരിഹരിക്കുവാൻ സാധിക്കാത്തവർ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുകയാണ്. സ്വന്തം മകളുടെ വിവാഹ ജീവിതത്തിൽ കൃത്യത പറയാത്ത, ആ ജീവിതം പോലും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത പെൺകുട്ടികളുടെ പിതാക്കന്മാർ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് കല്യാണത്തിന് നല്ല മുഹൂർത്തം പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശമല്ല സഹോദരങ്ങളെ ഈ ആദർശം. അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രം ഗൈബിയായ കാര്യങ്ങൾ പ്രവാചകന്മാര് പോലും അറിയും. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. പിഴച്ച വിശ്വാസമാണ്, ശീഈ വിശ്വാസമാണ്. മരിച്ചവരെല്ലാവരും നിയന്ത്രിക്കുന്നവരാണ്, നമ്മെ സഹായിക്കുന്നവരാണ് എന്നുള്ള വിശ്വാസം അഹ്ലുസുന്നയുടേതല്ല, ഷിയാക്കളുടേതാണ്, റാഫിളുകളുടേതാണ്. ഈ വിശ്വാസമാണ് താൽവഴിയായി ഇന്നും കേരളത്തിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കുക. എത്ര വലിയ പുരോഹിതനായിരുന്നാലും എനിക്കെല്ലാ ഗൈബുകളും അറിയാം, അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുടെ യൂട്യൂബുകളാണ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ കൃത്യമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കണം.
ആയത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചകരുടെ ചരിത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിത വിശുദ്ധിയായ ആദർശത്തെ നാം കാത്തു സൂക്ഷിക്കണം. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.